Good morning. Today we have to discuss about second chapter, that is futures contract. നമ്മൾ ഓൾറെഡി റിസ്ക് എന്താണ്, ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണ്, പിന്നെ അതുപോലെ ഡെറിവേറ്റീവ്സ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ അതൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററാണ് ഫ്യൂച്ചേഴ്സ്. എന്താണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമിലർ ടു ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ഓൾ റെസ്പെക്ട് എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്റ്റാൻഡർഡൈസ്ഡ്. അതാണ് ബേസിക് ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഫോർവേഡ് കോൺട്രാക്റ്റും ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ എപ്പോഴും എന്താണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അതായത് ലീഗലി അൻഫോഴ്സിബിളും എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റുമാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ടു ബൈ ഓർ സെൽ എ കമ്മോഡിറ്റി, സെക്യൂരിറ്റി ഓർ കറൻസി അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രൈസ് അഗ്രീഡ് അപ്പോൺ ടുഡേ. അതായത് നമ്മൾ ഇന്ന് ഫോർവേഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളൊരു പ്രീ ഡിറ്റർമിൻഡ് ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മളൊരു കമ്മോഡിറ്റിയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ കറൻസിയോ എല്ലാം നമ്മൾ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ് ശരിക്കും ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടു പാർട്ടീസ് അല്ലേ, ഒരാൾ ബൈ ചെയ്യുന്നതും ഒരാൾ സെയിൽ ചെയ്യുന്നതും ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് ട്രേഡഡ് ഓൺ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചസ്, അതായത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് വഴിയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് NCDEX, നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, അതുപോലെ തന്നെ MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ NSE, BSE അല്ലേ. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സെയിൽ ചെയ്യുന്നത്. ഒരു പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഫ്യൂച്ചർ ഡേറ്റിന് നമ്മൾ ഡെലിവറി ചെയ്യാമെന്ന് പറയുകയാണ്. ഒരു ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എഗ്രീഡ് പ്രൈസിന് പറയുന്ന പേര് ഫ്യൂച്ചർ പ്രൈസ് എന്നാണ്. ഇതിലൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫ്യൂച്ചേഴ്സ് ആർ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്സ് ടു സെൽ ഓർ ബൈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഫിസിക്കൽ കമ്മോഡിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഡെലിവറി അറ്റ് ആൻ അഗ്രീഡ് പ്രൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്സ് ആണ് ബൈ ഫിനാൻഷ്യൽ അല്ലെ, ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മോഡിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഡെലിവറി ഡേറ്റ്. അതാണ് അക്കോർഡിംഗ് ടു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഫീച്ചേഴ്സാണ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിനുള്ളത്? കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ മീനിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ ദ ഫ്ലോർ ഓഫ് ആൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. ദർ ആർ സെപ്പറേറ്റ് എക്സ്ചേഞ്ച് ഫോർ ഫ്യൂച്ചേഴ്സ്. ഏതെങ്കിലും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ചെയ്യുന്നത്. ഇതിന് സെപ്പറേറ്റ്, അതായത് സെപ്പറേറ്റ് എക്സ്ചേഞ്ച് ഫോർ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഒരു സെപ്പറേറ്റ് എക്സ്ചേഞ്ച് തന്നെ എന്തിനുണ്ട്? ഫ്യൂച്ചർ കോൺട്രാക്ട്സിനുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ്, ദ എക്സ്പയറി ഡേറ്റ് ആൻഡ് വേർ ആൻഡ് ഹൗ ഡെലിവറി ഈസ് മെയ്ഡ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് തന്നെയാണ് അത് ഏതിൻ്റെ കാര്യത്തിലും, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും. എന്തിൻ്റെ? ഓഫ് അണ്ടർലൈങ് അസറ്റ്. എന്താണോ അണ്ടർലൈങ് അസറ്റ് അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിലും, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റിലും അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും ഒക്കെ എന്തുതന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നു ഇറ്റ് ഈസ് നോട്ട് എ ബയലാട്രൽ എഗ്രിമെൻറ്റ്. ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റ് അല്ല എന്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദർ ഇസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ഈച്ച് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നമുക്കറിയാം ക്ലിയറിംഗ് ഹൗസ് നമ്മൾ ബാങ്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ ഇൻഡെപ്റ്റഡ്നെസ്സും സെറ്റിൽമെൻറ്റ് ചെയ്യാൻ അണ്ടർ വൺ റൂഫ് അല്ലേ, എല്ലാ ബാങ്കുകളും ആ റൂഫിൻ്റെ കീഴിൽ വന്നിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ക്ലിയറിംഗ് ഹൗസ് ഓരോ ഫ്യൂച്ചർ എക്സ്ചേഞ്ചിനുണ്ട്. ഇവിടെ ക്ലിയറിംഗ് ഹൗസ് എന്താ ചെയ്യുന്നത്? ആക്ട്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ദ സെല്ലർ. ഇവിടെ ബയറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിൽ ഒരു ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ലിങ്ക് ആയിട്ടാണ് ക്ലിയറിംഗ് ഹൗസ് പ്രവർത്തിക്കുന്നത്. ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ ത്രൂ ദ ക്ലിയറിംഗ് ഹൗസ്. എപ്പോഴും എല്ലാ ട്രാൻസാക്ഷൻസും ഈ ക്ലിയറിംഗ് ഹൗസ് വഴിയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫോൾട്ട് റിസ്ക് ഈസ് എലിമിനേറ്റഡ്. നമ്മൾ പറഞ്ഞു ഒരു ഓതറൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ വെച്ച് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് റിസ്ക് നമുക്ക് എലിമിനേറ്റഡ് ആയിപ്പോവും. കാരണം എന്താ? ദർ ഇസ് എ മാർജിൻ സിസ്റ്റം.
ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിനൊരു മാർജിൻ സിസ്റ്റം ഉണ്ട്. മാർജിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഡിഫാൾട്ട് റിസ്ക് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസിലൂടെയാണ്. അതായത് ദ ക്ലിയറിംഗ് ഹൗസ് റിക്വയർസ് ദ പാർട്ടീസ് ടു കീപ് മാർജിൻ മണി 5% to 10% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ എമൗണ്ടിൻ്റെ 5%ഓ 10%ഓ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർജിൻ മണി എന്നും പറഞ്ഞിട്ട് ക്ലിയറിംഗ് ഹൗസിൽ ഡെപ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ ഈ ബയർക്കോ സെല്ലർക്കോ എന്ത് സംഭവിക്കുന്നില്ല? റിസ്ക് കാര്യമായിട്ട് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് സംഭവിക്കുന്നില്ല. കുറച്ച് മാർജിൻ അവർക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ദ ട്രേഡർ ഹു പ്രോമിസസ് ടു ബൈ ഈസ് സെഡ് ടു ബി ഇൻ ലോങ് പൊസിഷൻ. നമ്മൾ മുന്നേ പറഞ്ഞതാണ് അല്ലേ, ആരാണോ ബൈ ചെയ്യാൻ പ്രോമിസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ലോങ് പൊസിഷൻ എന്നും, ആരാണോ സെല്ല് ചെയ്യാൻ പ്രോമിസ് ചെയ്യുന്നത് അതിൽ ഷോർട്ട് പൊസിഷൻ എന്നും പറയുന്നു. ബോത്ത് പാർട്ടീസ് മേ പേ മാർജിൻ ടു ദ ക്ലിയറിംഗ് ഹൗസ്. രണ്ട് പാർട്ടികളും എന്ത് പേ ചെയ്യുന്നുണ്ട്? മാർജിൻ പേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നു, ദ ഡെലിവറി ഓഫ് ദ അസറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ കോൺട്രാക്ട് ഇൻ ദ കേസ് ഓഫ് ഫ്യൂച്ചർ. Generally, the parties simply exchange the difference between the future price and spot price on the date of maturity. Delivery of asset is not compulsory. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ജനുവരിയാണ്, നമ്മൾ മാർച്ച് 31 ഒരു ഡെലിവറി ഡേറ്റ് വെച്ചതെങ്കിൽ ആ മാർച്ച് 31 അണ്ടർലൈൻ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം എന്താണ്? അതിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം ചിലപ്പോൾ ചെയ്യുള്ളൂ, സെറ്റിൽ ചെയ്യുന്നുള്ളൂ, ക്യാഷ് സെറ്റിൽമെൻറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. അനദർ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ഫ്യൂച്ചർ ഡെറിവേറ്റീവ്സ് ബേസിസ്. It is normally calculated as cash basis, that is spot price minus the future price of an asset. Cash basisലാണ് ഇതിൻ്റെ എന്താ പറയുക ബേസിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിസ് may change its sign several time during the life of the contract. അതിൻ്റെ ലൈഫ് ഓഫ് ദ കോൺട്രാക്റ്റിലേക്ക് എന്താ പറയുക ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഇത്രയും നമ്മൾ ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. നോ കൗണ്ടർ പാർട്ടി റിസ്ക്, അതുപോലെ തന്നെ മോർ ലിക്വിഡ് ആസ് കമ്പയർഡ് ടു ഫോർവേഡ്. ദീസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ്. അതുപോലെ തന്നെ ഇറ്റ് എനേബിൾസ് എ പാർട്ടി ടു ട്രാൻസ്ഫർ ദ റിസ്ക് ടു അനദർ പാർട്ടി ഹു ഈസ് വില്ലിങ് ടു ആക്സെപ്റ്റ്. ആരാണോ ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ്നെസ് ആയില്ലെങ്കിൽ അവർക്ക് നമ്മളിതിൻ്റെ എമൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ആസ് വെൽ ആസ് സ്പെക്കുലേറ്റീവ് പർപ്പസ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഹെഡ്ജറായിട്ട് യൂസ് ചെയ്യാം, സ്പെക്കുലേറ്ററായിട്ടും യൂസ് ചെയ്യാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് ഫ്യൂച്ചർ ഈസ് ലെസ്സർ. ഇതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം കുറവാണ്. ഇനി ഇങ്ങനെയൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഫ്യൂച്ചർ കോൺട്രാക്ട്സിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ദർ ഇസ് എ നീഡ് ഫോർ മാർജിൻ. നമ്മൾ പറഞ്ഞ പോലെ എന്താണോ കോൺട്രാക്ട് പ്രൈസ് അതിൻ്റെ ഒരു 5% or 10% നമുക്ക് ചിലപ്പോൾ മാർജിൻ ആവശ്യമുണ്ടായിരിക്കും. അതൊരു ബുദ്ധിമുട്ടാണ് ചില കേസുകളിൽ. ദർ ഇസ് എ കോസ്റ്റ് ഓഫ് ക്യാരി ഓഫ് അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്നതിനുള്ള കോസ്റ്റ്, അണ്ടർലൈങ് അസറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല. സ്റ്റോറേജിന് ക്യാഷ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതിനൊക്കെ നമുക്ക് കൺവീനിയൻസ് ഫീൽഡ്, അതിനൊക്കെ നമുക്ക് ക്യാഷ് വേണ്ടി വരും. നെക്സ്റ്റ്, പെർഫെക്റ്റ് ഹെഡ്ജിങ് മേ ബി ഇമ്പോസിബിൾ ബിക്കോസ് ഇറ്റ് ഹാസ് സ്റ്റാൻഡർഡൈസ്ഡ് ഫ്യൂച്ചർ. അല്ലേ, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം രീതിയിലുള്ള ഒരു ഹെഡ്ജിങ് ഒക്കെ എന്താണ് വെരി ഇമ്പോസിബിളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മീനിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചോദിക്കാറുണ്ട്. ഫ്യൂച്ചറും ഫോർവേഡും ഒക്കെ ചോദിക്കാൻ ഇവിടെ നിങ്ങളുടെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും തന്നെയാണ്. Okay, the next we have to discuss about the topic specification of a future contracts. Specifications of a future contract. എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിനുള്ളത്? അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ ഒരു ബുക്കിന് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയും അല്ലേ. അതുപോലെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ദീസ് ആർ ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് റിലേറ്റ്സ് ടു ദ അസറ്റ് സൈസ്, ടൈം, പ്ലേസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഡെലിവറി. ഇനി സം ഓഫ് ദ സ്പെസിഫിക്കേഷനിലെ കുറച്ച് ടേമുകൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടേമുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, അണ്ടർലൈങ് അസറ്റ്. എന്താണ് അണ്ടർലൈങ് അസറ്റ്? നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ്. അണ്ടർലൈങ് അസറ്റ് മേ ബി കമ്മോഡിറ്റി ഓർ എ ഫിനാൻഷ്യൽ അസറ്റ്. ഒന്നല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി ആവാം, അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കാം. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് നോർമലി സ്പെസിഫൈഡ് ബൈ
the name of the underlying asset and month and year of the expiry of the contract. The future contract in rice at multi-commodity exchange denoted as rice MAR 15 implies that the contract in rice is due for delivery in March 2015. കണ്ടോ, റൈസ് മാർക്ക് 15 എന്ന് കാണുമ്പോൾ മാർച്ച് 2015 അത് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതാണ് അണ്ടർലൈൻ അസറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാക്ട് പീരീഡ്. എന്താണ് കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്? ദിസ് റിലേറ്റ്സ് ടു ദ ടൈം വെൻ ദ കോൺട്രാക്ട് എക്സ്പയർസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർച്ച് 15 ഈ ഒരു കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്നതെങ്കിൽ അത് തന്നെയാണ് കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. 12 months prior to the delivery month. ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ട്രേഡിംഗ് വിൽ ബി സ്പെസിഫൈഡ് ബൈ ദ എക്സ്ചേഞ്ച്. ഓപ്പണിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഒക്കെ അതിൽ പറഞ്ഞിരിക്കണം. ദെൻ തേർഡ് വൺ, കോൺട്രാക്ട് സൈസ്. കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത് ഷുഡ് ബി സ്റ്റാൻഡേർഡ് കോൺട്രാക്ട് സൈസ് ആൻഡ് വിൽ ബി ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ച്. അപ്പോൾ ഈച്ച് ഫ്യൂച്ചർ കോൺട്രാക്ട് ഫോർ ഗോൾഡ് ഓൺ NMCE ഈസ് ഫോർ 100 gram. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, കോൺട്രാക്ട് സൈസ്. എന്താണ് ഈ കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത്? അതായത് കോൺട്രാക്ട് സൈസ് ഓഫ് ട്രേഡിംഗ് യൂണിറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റാൻഡേർഡ് കോൺട്രാക്ട് സൈസ് ദാറ്റ് വിൽ ബി ട്രേഡഡ് ഓൺ ദ എക്സ്ചേഞ്ച്. എന്താണോ നമ്മൾ ഈ എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് കോൺട്രാക്ട് സൈസ്. ദെൻ നെക്സ്റ്റ് പറയുന്നു പ്രൈസ് കൊട്ടേഷൻ. Quotation is the basis of price. It is not the value of futures contracts. For example, for future contract in rice rupees per quintal. അല്ലേ, നമ്മൾ ഫ്യൂച്ചർ പ്രൈസിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൈസ് കൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ടിക്ക് സൈസ്, അതായത് മിനിമം ചേഞ്ച് ദാറ്റ് വിൽ ബി ഓർഗനൈസ്ഡ് ഇൻ ദ പ്രൈസ് കൊട്ടേഷൻ. ഇറ്റ് ഈസ് ദ മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് ആസ് എ സിമിലർ. രണ്ട് കോഡ്സുകൾ തമ്മിലുള്ള സിമിലർ ആയിട്ടുള്ള ഒരു മിനിമം കൊട്ടേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. The next price limit. These are the limits on the maximum price variation needed in a day's trading. ഒരു ദിവസത്തിലുള്ള ട്രേഡിങ്ങിൽ മാക്സിമം എത്ര പ്രൈസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ദിവസം വർക്ക് ചെയ്ത പ്രൈസ് വരുന്നുണ്ട് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച് അതിൽ ലിമിറ്റ് അപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നു പൊസിഷൻ ലിമിറ്റ്സ്. These are the limits upon the maximum number of contracts in an individual client or a number broker may hold. This is specified by the figures exchange. The purpose is to avoid any concentration of business in the marketplace. പൊസിഷൻ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറയുന്നത് അവോയ്ഡ് എനി ക്യാൻസലേഷൻ ഓഫ് ബിസിനസ് ഇൻ മാർക്കറ്റ് പ്ലേസ്. എന്തെങ്കിലും മാർക്കറ്റ് പ്ലേസിൽ പർട്ടിക്കുലർ സ്ഥാപനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് പൊസിഷൻസ് പ്രൈസ് ലിമിറ്റ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് സ്പോട്ട് പ്രൈസ്. പേരിൽ തന്നെ എല്ലാം ഉണ്ട്. സ്പോട്ട് പ്രൈസ്. The price at which an asset trades in the spot or current, it is also called cash price or current price. ക്യാഷ് ആയിട്ടാണോ കറണ്ട് ആയിട്ടാണോ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ആൾസോ കോൾഡ് സച്ച് പ്രൈസ് ഓഫ് കറണ്ട് പ്രൈസ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് പ്രൈസ്. പിന്നെ വരുന്നു ഫ്യൂച്ചേഴ്സ് പ്രൈസ്. ഫ്യൂച്ചേഴ്സ് പ്രൈസ്. ദിസ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഫേംസ് സെറ്റ്സ് ഓക്കെ. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് അറ്റ് വിച്ച് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ട്രേഡ് ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റിൽ അവർ ട്രേഡ് ചെയ്യുന്ന എമൗണ്ടാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പയറി ഡേറ്റ് നമുക്കറിയാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓൺ വിച്ച് ദ കോൺട്രാക്ട് വിൽ ബി ട്രേഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് അല്ലേ, അവസാനം വരെ ഏത് ഡേറ്റിനാണ് നമ്മൾ ഈ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പറയുമെങ്കിൽ അത് അണ്ടർലൈൻ, അത് ഡേറ്റ് എക്സ്പയറി ഡേറ്റ്. ബേസിസ്. ദിസ് ഈസ് ദ ഫ്യൂച്ചേഴ്സ് പ്രൈസ് മൈനസ് ദ സ്പോട്ട് പ്രൈസ്. It is a normal market basis will be positive. This means that futures price normally exceed spot price. ഓക്കെ, നമ്മൾ സ്പോട്ട് പ്രൈസിൻ്റെ ആ ബേസിസ് ആണ് നമ്മളോട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നു ട്രേഡിംഗ് സൈക്കിൾ. The future contract will have a maximum of 3 months of trading cycle, and the near month 1, and the next month and the 4 month. Near month, next month, 4 month.
The index futures contract to NSE have 1 month, 2 month and 3 month expiry cycles which expire on the last Thursday of the month. Thus, January expiration contract expires on the last Thursday of January and February expiration contract ceases trading on the first Thursday of the February. On the Friday and February expiration on contract ceases trading the last Thursday February. On the Friday following the last Thursday, a new contract having a 3-month expiry is introduced by trading. അപ്പോൾ ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് വരുന്ന സൈക്കിൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നു കോസ്റ്റ് ഓഫ് ക്യാരി. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത്? ദിസ് മെഷേഴ്സ് സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് the interest that is paid to finance the asset, less income earned on the asset. അല്ലേ? അതായത് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രോബ്ലം ചെയ്യാനുണ്ട്. അതായത് കോസ്റ്റ് പ്ലസ് ദ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി സ്റ്റോറേജ് ചെയ്യുന്ന എങ്ങനെയാണ്? കോസ്റ്റ് പ്ലസ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഫിനാൻസ് ദ അസറ്റ് ലെസ് ഇൻകം earned on the asset. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നു ഒപ്റ്റിമം യൂസേജ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നു ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓക്കെ. 14th വരുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓപ്പൺ കോൺട്രാക്ട്സ് ഓർ കോൺട്രാക്ട്സ് റിമൈനിങ് ടു ബി സെറ്റിൽഡ്. And the last one is long and short position. ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാർട്ടിയാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടാവുക, ഒരു ബയറും ഒരു സെല്ലറും. ബൈയിങ് ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് ഗോയിങ് ലോങ് ഓൺ ദ അക്കൗണ്ട്. ദ ആക്ട്സ് ഓഫ് സെല്ലിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് സിമിലർ ക്യാരക്ടറൈസ്ഡ് ആസ് ഗോയിങ് സ്പോട്ട് ഓൺ ദ കോൺട്രാക്ട്. ദ ബയർ ഈസ് സെഡ് ടു ഹാവ് എ ലോങ് പൊസിഷൻ ആൻഡ് ദ സെല്ലർ ഈസ് സെഡ് ടു ഹാവ് എ ഷോർട്ട്. ബയർ എപ്പോഴും ലോങ് പൊസിഷനും സെല്ലർ എപ്പോഴും ഷോർട്ട് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. എന്തൊക്കെയാണ് ഫ്യൂച്ചർ, എന്താണ് അതിൻ്റെ മീനിങ്, എന്താ ഡെഫിനിഷൻ, എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. ഓക്കെ. അപ്പം നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ചെറിയ ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്, അതുപോലെ കമ്മ്യൂണിറ്റി ഫ്യൂച്ചർ, ഫിനാൻഷ്യൽ ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ലിങ്ക് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഉച്ചവരെ എംകോമിന് ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ലൈബ്രറി പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വായിക്കുക, പഠിക്കുക. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയണോ? എനി ഡൗട്ട്സ്? കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത വീഡിയോസ് ഒരു 40 മിനിറ്റിൽ മേലെയായി. പക്ഷേ എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയില്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അപ്പോഴത്തേക്കും ഒരുവിധം ഡാറ്റയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ കഴിയുന്നതും കാണാൻ ശ്രമിക്കുക. ടീച്ചർമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്സ്. ഓക്കെ. അതിൽ ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് നേരത്തെ അറിയാൻ തന്നെയാണ്. പ്ലേസിങ് ആൻ ഓർഡർ, റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്, ഡെയിലി സെറ്റിൽമെൻറ്റ്, ഡെലിവറി ആൻഡ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വരുന്ന ട്രേഡിങ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് പ്ലേസിങ് ആൻ ഓർഡർ. പ്ലേസിങ് ആൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക.
ദെൻ രണ്ടാമത് വരുന്നതാണ് റോൾ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. ഇപ്പോൾ ക്ലിയറിംഗ് ഹൗസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിൻ്റെ റോള് വ്യക്തമായിട്ട് പറയാം. പിന്നെ ഡെയിലി സെറ്റിൽമെൻറ്റ്, അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡെയിലി തന്നെ എന്ത് ചെയ്യുക, സെറ്റിൽമെൻറ്റ് നടത്തുക. പിന്നെ പറയുന്നു ഡെലിവറി ആൻഡ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. ഡെലിവറി ആൻഡ് ക്യാഷ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 രീതിയിലാണ് എന്ത് വരുന്നത്, ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് വരുന്നത്. സോ ഈ 2 ടോപ്പിക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു. പേഴ്സണലായിട്ട് അയച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.